ഹായ് ക്യൂട്ടീസ്, ലിറ്റിൽ സോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നതിൻ്റെ ബാക്കിയാണ്. അതായത് കഴിഞ്ഞ വീഡിയോ എന്തായിരുന്നു, നമ്മൾ ക്രിസ്മസ് തിരുവനന്തപുരത്തിൻ്റെ ക്രിസ്മസ് വിശേഷങ്ങളാണ് കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എന്നെ ഒന്ന് പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തില്ല, അത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ്. ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വ്ളോഗ് ചെയ്യണമെന്നൊന്നും യാതൊരു പ്ലാനും ഇല്ലാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നമ്മൾ കയറി കുറേ ഏറെ കാഴ്ചകൾ കണ്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വീഡിയോയിൽ, എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കുറച്ച് പാർട്ട് കിട്ടിയില്ല വീഡിയോ. കാരണം എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കണമെന്നൊന്നും ഒരു പ്ലാനും ഇല്ലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇങ്ങ് വന്നു. അപ്പോഴാണ് സ്റ്റോളുകളൊക്കെ കണ്ടു. കുറേ ഡ്രസ്സിൻ്റെ പല പല വസ്തുക്കളുടെയൊക്കെ സ്റ്റോളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോക്കകത്തില്ല, കാരണം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഒരു സെക്ഷനിൽ ഈ ഒരു സംഭവം ഒരു മുകളിലായിട്ട് ഇങ്ങനെ വച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ അങ്ങോട്ട് പോവില്ലായിരുന്നു. അവിടെ നിന്ന് ആൾക്കാരിങ്ങനെ ഇറങ്ങി വരുന്ന കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഹസ്ബൻഡും മോളും അവളെ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണിച്ചിട്ട് അവൾ നേരെ ഒന്നും കണ്ടതുമില്ല. പെട്ടെന്ന് അവരിങ്ങ് ഇറങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ അപ്പോഴും അതിശയത്തോടെ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞാൻ ഇതെല്ലാം ഒറൗണ്ട് കറങ്ങി കണ്ടിട്ട് പെട്ടെന്ന് എനിക്കിത് വീഡിയോ എടുക്കണമെന്നൊരു ഇത് തോന്നി. അങ്ങനെ അവിടെ നിന്നാണ് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒറിജിനലായിട്ടുള്ളൊരു മനുഷ്യനാണ്. അത് ആസിഡൊക്കെ ഒഴിച്ച് ക്ലിയർ ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇത് യഥാർത്ഥ ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടമാണ്. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് എന്താ പറയുക, എനിക്ക് ഇപ്പോഴും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും, സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഞാൻ ഈ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് വീട്ടിലാരും ഇല്ല, നിശബ്ദതയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോക്കകത്ത് നോക്കുന്നേ ഇല്ല, മുഖം തിരിച്ചു വെച്ചാണ് ഞാൻ ഈ പറയുന്നത് പോലും. എനിക്കത് കാണാനുള്ള ഒരു ധൈര്യം പോലും ഇല്ല. അവിടെ നിന്ന് ഞാൻ എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അതിങ്ങനെ കണ്ടു നിന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് എനിക്ക് ഭയങ്കരമായിട്ട് നൈറ്റൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് നമ്മൾ വേറെ ചിന്തയിലോട്ടൊക്കെ പോവും. അങ്ങനെ പോയി. ഇപ്പോഴും ഞാൻ വീഡിയോ ഇങ്ങനെ ഫോണിലോട്ട് നോക്കാണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കാഴ്ച ഇതിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, ഇങ്ങനെ കാണാൻ പറ്റുമെന്ന്. ഇതെല്ലാം തന്നെ ഒറിജിനൽ ബേബിയാണ്. നമ്മൾ ഓരോ സ്റ്റേജിൽ മരണപ്പെട്ടു പോയ, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം മരണപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഒരു 4-ാം മാസം, 7-ാം മാസം, 5-ാം മാസം, അങ്ങനെ ഓരോ സ്റ്റേജിലുള്ള ബേബീസാണ്. അയ്യോ, ഇതിനെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. അയ്യോ, എനിക്കത് കാണാൻ പറ്റുന്നില്ല ഇപ്പോഴും. അങ്ങനെ ഓരോ സ്റ്റേജ് ഒരു 5-6 ഉണ്ടായിരുന്നു. ട്വിൻസ് ബേബിയൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞ് അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. പിന്നെ ഇതിൽ അവിടെ വീഡിയോ എടുക്കരുതെന്നും എഴുതി വെച്ചിരിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കാണും. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.